പ്രിയമുള്ളവരെ, നമ്മൾ മിസ്റ്റർ ഔസേപ്പച്ചനെ നേരത്തെ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും റേഡിയോയിലൂടെയും പരിചയപ്പെട്ടിട്ടുള്ളതാണ്. അദ്ദേഹം ഇവിടെ തന്നെ നേരത്തെ വന്നിട്ടുണ്ട്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട്. അതെല്ലാം ശ്രോതാക്കൾക്ക് കേൾക്കാനും അതുപോലെ യൂട്യൂബ് ചാനലിലെ കാഴ്ചക്കാർക്ക് വേണ്ടിയും ഒക്കെ നമ്മൾ സമർപ്പിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ അദ്ദേഹം വീണ്ടും എത്തിയിരിക്കുകയാണ്. നമുക്ക് മിസ്റ്റർ ഔസേപ്പച്ചനെ നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. വളരെ സന്തോഷം. കാരണം ഈ ആലപ്പുഴയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആദരവോടെ കാണുന്നത് അങ്ങയാണ്. അതിൻ്റെ കാരണം തീർച്ചയായിട്ടും അതിൻ്റെ ഒരു കാരണം എന്തുമാത്രം ചെറുപ്പക്കാർക്കാണ് നല്ലൊരു മാർഗം കാണിച്ചു കൊടുത്തിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഇതിനകം അങ്ങയുടെ പരിശ്രമ ഫലമായിട്ട് എത്ര ഡോക്ടേഴ്സ് ഉണ്ടായിട്ടുണ്ട്? ഏകദേശം ഒരു 600ഓളം ഡോക്ടർമാർ നമ്മൾ. വണ്ടർഫുൾ. 600ഓളം ഡോക്ടർമാരുണ്ട്. അത് കൂടുതലും ആലപ്പുഴക്കാരാണോ? ആലപ്പുഴക്കാരും ആലപ്പുഴയുടെ പുറത്തുള്ളവരും ഒക്കെ ഉണ്ട്. എന്നാലും കൂടുതലും ആലപ്പുഴയാണ്. ചോദ്യം കറക്റ്റാണ്. എനിക്കൊരു അസൂയുണ്ട്. അങ്ങ് ഈ തുമ്പോളി നാടിനെ ഭയങ്കരമായിട്ട് സ്നേഹിച്ച അവിടെ നിന്നാണ് ഏറ്റവും കൂടുതലൊന്നും എനിക്ക് തോന്നുന്നു. അതെ, പള്ളിയുടെ അടുത്തുനിന്ന് കടപ്പുറം വരെയുള്ള ഡിസ്റ്റൻസിലാണ് കൂടുതൽ കിടക്കുന്നത്. അത് കറക്റ്റ് എണ്ണം പറയാനാണെങ്കിൽ 17 ഡോക്ടർമാർ പള്ളിയുടെ അടുത്ത് അവിടുന്ന് കടപ്പുറം വരെയുള്ള 17 ഡോക്ടർമാരുണ്ട്. അതിൽ 14 പേര് MBBS-ഉം പിന്നെ ഒരു 3 ആയുർവേദമുണ്ട്. 17 അല്ല 18, 3 ആയുർവേദമുണ്ട്, ഒരു ഹോമിയോയും ഉണ്ട്. ഈ പരീക്ഷകളെല്ലാം ഒരുമിച്ച് എഴുതുന്നതാണോ? ഇതെല്ലാം പരീക്ഷകൾ ഒരുമിച്ചാണ്. നീറ്റ് എക്സാം എഴുതി കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് MBBS, BDS, അഗ്രികൾച്ചർ, ആയുർവേദം, ഫോറസ്ട്രി, ഫിഷറീസ് ഇതെല്ലാം അതിനകത്തുനിന്ന്. ഓക്കെ. അങ്ങ് എനിക്ക് ഓർമ്മയുള്ള ഒരു കാര്യം ഞാൻ പറയാം. ഇത് തുടങ്ങിയ സമയത്ത് കടൽ തീരത്തെ വീടുകളിലേക്ക് അങ്ങ് ചെല്ലുമായിരുന്നു. എന്നിട്ട് വളരെ സാധാരണക്കാരായ ആളുകളുടെ വീട്ടിൽ നിന്ന് 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ വിളിച്ചുകൊണ്ട് വരും. എന്നിട്ട് അവരെ അങ്ങയുടെ വീട്ടിൽ താമസിപ്പിച്ച് ഭക്ഷണവും താമസ സൗകര്യവും ഇല്ലാത്തൊരു സാഹചര്യമായിരുന്നു അന്ന്. എന്നിട്ടും അതൊക്കെ പ്രൊവൈഡ് ചെയ്ത് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് വളരെ സുന്ദരമായ നിലയിൽ അവരെയൊക്കെ എൻട്രൻസ് എക്സാമിനേഷൻ കടത്തിവിട്ടു. ഇതൊരു അസാധാരണമായ ഒരു കാര്യമാണ്. കാരണം ഇങ്ങനെ ഒരു കാര്യം ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? അങ്ങനെ ഒന്ന് ഇറങ്ങി പുറപ്പെട്ട് ഈ സാധാരണക്കാരുടെ വീട്ടിൽ നിന്ന് ഈ കുഞ്ഞുങ്ങളെയൊക്കെ പിക്കപ്പ് ചെയ്യാനായിട്ട് തോന്നിയത്? ഞാൻ തന്നെ വളരെ സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന്, എൻ്റെ അച്ഛനൊരു മത്സ്യത്തൊഴിലാളിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഞാൻ വന്നത്. അതിനുശേഷം എൻ്റെ വിവാഹത്തിന് ശേഷം 2 മക്കളൊക്കെ ആയതിനു ശേഷമാണ് ഞാൻ എൻട്രൻസ് എഴുതിയിട്ട് MBBS പഠിക്കാനായിട്ട് പോയിരുന്നു. അപ്പോൾ നിർഭാഗ്യവശാലോ ഭാഗ്യവശാൽ, ഇപ്പോൾ വിചാരിക്കുന്ന ഭാഗ്യവശാൽ എനിക്കത് പഠിച്ച് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടൊരു താല്പര്യം, പഠിക്കുന്ന കുട്ടികളോട് പണ്ടേ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് നമ്മളെപ്പോലുള്ള ആൾക്കാരെയാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്നത്. അവരുടെ വീടുകളിൽ പോയി ഇരുന്ന് മണിക്കൂറുകളോളം സംസാരിക്കും. പലപ്പോഴും അവരുടെ പാരൻസിനെ കൺവിൻസ് ചെയ്യും. അറിയത്തില്ല, പലരും റെസിസ്റ്റ് ചെയ്യുമായിരുന്നു. കുട്ടികളെ അവരുടെ ഗ്രാജുവേഷനൊക്കെ വിടുന്നത് തടഞ്ഞുകൊണ്ട് ഞാൻ വീട്ടിൽ പിടിച്ചു നിർത്തുന്നതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് അവരുമായിട്ട് സംസാരിക്കേണ്ടി വരുമായിരുന്നു. അങ്ങനെ സംസാരിച്ച് കൊണ്ടുവന്ന് വീട്ടിൽ ഇരുത്തി ചിലരെയൊക്കെ ആപ്ലിക്കേഷൻ കൊടുത്തത് പോലും വീട്ടുകാരറിയാതെ രഹസ്യമായിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് ഞാൻ എൻട്രൻസ് എഴുതിച്ചിട്ടുണ്ട്. അന്നത്തെ കാലത്ത് കൊച്ചുങ്ങളെ കൊണ്ടുവന്ന് സെയിൻറ്റ് ജോസഫ്സ് കോളേജിൽ കൊണ്ടുവന്ന് BSc-ക്കൊക്കെ ചേർക്കും പാരൻസ്. അപ്പോൾ എൻ്റെ പിള്ളേരാണെങ്കിൽ ഞാൻ രഹസ്യമായിട്ട് ആ പിള്ളേരെ ഇതിൻ്റെ കൂടി പാരലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് അവസാനം എന്താ പറ്റുന്നതെന്ന് അഡ്മിഷൻ കിട്ടുമ്പോഴാണ് പലപ്പോഴും പല പാരൻസും തിരിച്ചറിഞ്ഞത് ഈ കൊച്ചിന് മെഡിസിൻ അഡ്മിഷനുണ്ട്, അല്ലെങ്കിൽ ആയുർവേദ കോളേജിൽ അഡ്മിഷൻ ഉണ്ടെന്നൊക്കെ തിരിച്ചറിയുന്നത് ആ സമയത്ത്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് എനിക്കറിയാം. ആദ്യകാലത്ത് അങ്ങയുടെ പ്രവർത്തനം എനിക്ക് കൃത്യമായിട്ട് അറിയാം. വീടാന്തോറും നടക്കുകയും അവരുടെ വീടുകളിലിരുന്നവരെ കൺവിൻസ് ചെയ്ത്, അതും ഈ ഒരുമാതിരി സാമ്പത്തിക ശേഷിയുള്ള വീടുകളിലേക്കല്ല അങ്ങ് പോയിരുന്നത്. പലപ്പോഴും വളരെ സാമ്പത്തിക ശേഷി ഇല്ലാത്ത, ഒരുപക്ഷെ ആ കുട്ടികൾ അന്നത്തെ കാലത്ത് പഠനം നിർത്തിപ്പോയേക്കാം എന്ന് പോലും കരുതിയിരുന്ന കാലമാണ്. ആ ഒരു അവസരത്തിൽ നിന്നാണ് അവരോട് വരാൻ പറഞ്ഞു, ഇവിടെ കൊണ്ടുവന്ന് പരിശീലിപ്പിച്ച്
ഇങ്ങനെ ഉന്നതമായ നിലയിൽ എത്തിച്ചിട്ടുള്ളത്. ഇത് വലിയ ഒരു വർക്കാണ്, വലിയൊരു സേവനമാണ് അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനകം 600-ലേറെ ഡോക്ടേഴ്സ് ഉണ്ടായില്ലേ? അത് വലിയ ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചും ആലപ്പുഴ രൂപതയെ സംബന്ധിച്ചും ഇത് വളരെ അഭിമാനകരമായ ഒരു നേട്ടമാണ്. അതിൽ ധാരാളം പിള്ളേർ നമ്മുടെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ നിന്ന് ധാരാളം പിള്ളേരുണ്ടായെന്നുള്ള. പിന്നെ പള്ളിയുടെ അടുത്ത് നിന്ന് കടപ്പുറം വരെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിൽ ഓട്ടോറിക്ഷക്കാരുടെ മക്കള്, ആ വലിയ ജോലിയൊന്നുമുള്ള ആൾക്കാരുടെ മക്കള് ഭാഗ്യത്തിന് എൻ്റെ അടുത്തോട്ട് വന്നതേയില്ല. ബൈബിള് പറയുന്ന പോലെ ഇസ്രായേൽ വംശത്തിന് നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ ഇടയിലേക്ക് മാത്രമാണ് മനുഷ്യപുത്രൻ അയക്കപ്പെട്ടതെന്ന് പറഞ്ഞ പോലെ ഭാഗ്യവശാൽ എനിക്ക് അങ്ങോട്ട് കയറി ചെല്ലാനായിട്ട് അത്ര സ്വാതന്ത്ര്യത്തോടെ ചെല്ലാൻ സാധിക്കുന്നത് സാധാരണക്കാരുടെ വീട്ടിലേക്ക്. മറ്റു വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അവരെ കൺവിൻസ് ചെയ്ത് ബോധ്യപ്പെടുത്തി കൊണ്ടുവന്ന് ഇത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് എത്തിക്കാൻ ചിലപ്പോൾ പറ്റാതെ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോഴ് ആ കണ്ടീഷനൊക്കെ മാറിയില്ലേ? ഇപ്പൊ അങ്ങയുടെ അടുത്ത് വന്നിട്ട് എന്റെ മകനെ കൂടി പഠിപ്പിക്കണം, അതാണ് അങ്ങനെയുള്ള സാഹചര്യമായി. ഇപ്പോഴെല്ലാവർക്കും അറിയാം. എനിക്ക് തോന്നുന്നു കേരളത്തിലുടനീളം ഇതേക്കുറിച്ച് അറിയാമെന്ന് തോന്നുന്നു. കുറേയേറെ പേർക്ക് അറിയാം. ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, പല സ്ഥലങ്ങളിലും ഇതേക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ തന്നെ എനിക്ക് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ പറയാറുണ്ട്. ഞാൻ പള്ളിപ്രസംഗങ്ങളിലൊക്കെ ഇത് ഒരുപാട് അവസരങ്ങൾ എനിക്കറിയാം. അച്ഛൻ ധാരാളം സ്ഥലങ്ങളിൽ ഇത് പറയുന്നത് ഈ കുട്ടികളെ അയക്കണം, അവിടെ വിട്ട് പഠിപ്പിക്കണം എന്നൊക്കെ. ഞാനങ്ങനെ പറയാനുള്ള ഒരു കാര്യം, ഞാൻ അങ്ങനെ ഒരു സ്ഥാപനത്തെ അങ്ങനെ എടുത്ത് റെക്കമെൻഡ് ചെയ്ത് പറയണമെങ്കിൽ എനിക്കൊരു ബോധ്യം വേണം. അതെ. അപ്പം അത് എനിക്കുണ്ടായിരുന്നു. മാത്രമല്ല അച്ഛനെ സംബന്ധിച്ചിടത്തോളം ആ ബോധ്യം പണ്ടേ ഉണ്ടായിരുന്നു. അതായത് ഞാൻ ആദ്യത്തെ കാലത്ത് അച്ഛൻ കോർപ്പറേറ്റ് മാനേജറായിരിക്കുന്ന സമയത്ത്, അത് ഏത് ഇയർ ഏതാണ് ഞാനിപ്പോൾ അതൊന്നും ഓർക്കുന്നില്ല, ആ കാലഘട്ടത്തിൽ അച്ഛൻ ചെയ്ത ഒരു എന്നെ അന്ന് അതിശയിപ്പിച്ച, അന്ന് എന്നെ ആരും പ്രത്യേകിച്ച് അങ്ങനെ നോട്ട് ചെയ്യുന്നൊരു സമയമല്ല. ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക്, ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് കുറച്ച് കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടി. ആ സമയത്ത് അച്ഛൻ രൂപതയിലുള്ള എല്ലാ സ്കൂളിലെയും അധ്യാപകരെ അനധ്യാപകരെയും ഒരു ദിവസം ഒരു പ്രത്യേക മീറ്റിങ്ങിലേക്ക് വിളിച്ച് അന്ന് ഡോക്ടർ ബാബു പോൾ IAS അദ്ദേഹത്തെ ഗസ്റ്റായിട്ട് വിളിച്ചിട്ട് എന്നെ എനിക്കൊരു ആദരവൊക്കെ തന്ന, അതോടുകൂടിയാണ് അറിയുന്നത്. അത് അവിസ്മരണീയമായ ഒരു സംഭവമാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് ഒരു വേദിയിലേക്ക് സ്വീകരിക്കപ്പെടുന്ന ഒരു സന്ദർഭമായിരുന്നു അത്. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ചെയ്യാൻ എനിക്ക് മനസ്സുകൊണ്ട് തോന്നിയിരുന്നു. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഞാൻ ഇന്നലെ ഒരാളെ സഹായിക്കണം എന്ന് എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു. അതെൻ്റെ ഒരു അനുഭവമാണ്. സുഹൃത്തെന്ന് പറയാൻ ലേഡി സുഹൃത്താണ്. ഈ ആളെ ഒന്ന് സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ അച്ഛൻ അവരെ ഇങ്ങോട്ട് അയക്കുമെന്ന് പറഞ്ഞു. അയച്ചു എന്ന് പറഞ്ഞാൽ ഇയാൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവർ ചെയ്തത് എന്തറിയാം, നിങ്ങൾ പോയി നിങ്ങളുടെ പള്ളിയിൽ പോയിട്ട് കുമ്പസാരിച്ച് കുർബാന കൈക്കൊണ്ടിട്ട് വരൂ എന്നവർ പറഞ്ഞു. അപ്പോൾ ഇവരെന്നെ വിളിച്ചു, അച്ഛാ എന്തെങ്കിലും സഹായം കിട്ടുമെന്നാണ് കരുതിയത്. ഇത് പിന്നെ കുമ്പസാരിക്കാനൊക്കെയാണല്ലോ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, അതാണ് പറഞ്ഞതെങ്കിൽ അത് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് അവിടെ ചെല്ലൂ, എന്നിട്ട് പറയൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ സുഹൃത്തിനെ വിളിച്ചു. എന്താണ് അങ്ങനെ ഒരു തുടക്കത്തിൽ തന്നെ പള്ളിയിൽ പോകണമെന്നും കുമ്പസാരിച്ച് കുർബാന ചെല്ലണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അച്ഛോ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വളരെ കുട്ടികൾക്ക് ഫലപ്രദമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്കൊരു ബ്ലോക്ക് ഉണ്ടാകാൻ പാടില്ല. ആ ബ്ലോക്ക് നീക്കണം. അതിന് നമുക്കാർക്കും നീക്കി കൊടുക്കാൻ പറ്റത്തില്ല. ഇവർ സ്വയം പോവുകയും കുമ്പസാരിക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ ദൈവം വർക്ക് ചെയ്യും. പിന്നെ എനിക്ക് എന്ത് ചെയ്താലും ഫലം ഉണ്ടാവും എന്നാണ് ഈ സുഹൃത്ത് എന്നോട് പറഞ്ഞത്. എനിക്ക് ആ സുഹൃത്തിൻ്റെ പേര് വേണമെങ്കിലും പറയാം. പേളെന്നാണ് എൻ്റെ സുഹൃത്തിൻ്റെ പേര്. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങയുടെ വീടിൻ്റെ അടുത്താണ്. അപ്പോൾ പേള് ഇങ്ങനെ പറഞ്ഞു ആളെ. പിന്നെ ഇത് നല്ലൊരു കാര്യമായതുകൊണ്ട് പേര് പറയുന്നതിൽ ഒരു കുഴപ്പമില്ല. എന്നിട്ട് ഈ പേള് ചെയ്ത ഒരു കാര്യം, അവർ അതിനുശേഷം ചെന്നപ്പോൾ എല്ലാ കാര്യങ്ങളും വിശദമായി പഠിച്ച് സാവധാനം ചെറിയ ചെറിയ തോതിൽ അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, അന്നും ചെയ്യുന്നത് ഏതാണ്ട് ഇതുപോലെയാണ്. ഒരു വെറുതെ ഒരു കോച്ചിങ്ങോ വെറുതെ ഒരു ക്ലാസ്സോ അല്ല അവിടെ നടക്കുന്നത്. അവിടെ ഒരു ആത്മീയമായ അന്തരീക്ഷം അങ്ങ് സൃഷ്ടിക്കുന്നുണ്ട്. അത് മനോഹരമാണ്. അത് തീർച്ചയായിട്ടും
ഒരു ഒരു പ്രത്യേക ഒരു കാര്യം അവിടെ നടക്കുന്നു എന്നുള്ളതിന് ബോധ്യമുണ്ട് എനിക്ക്. അതുകൊണ്ട് കൂടിയാണ് കുട്ടികളെ അവിടെ അയക്കണം എന്ന് ഞാൻ പറയാൻ കാരണം. ഒരു ആത്മീയ അന്തരീക്ഷത്തിൽ നമ്മളൊരിക്കൽ കടൽ തീരത്ത് വെച്ച് സംസാരിച്ചിട്ടുണ്ട്. അതങ്ങ് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അന്ന് പറഞ്ഞ ഒരു കാര്യം, അറിവ് എന്ന് പറയുന്നത് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ വേണ്ടത് ആത്മീയമായ ഔന്നത്യമാണ്. അതങ്ങ് പറഞ്ഞാണ്. അതിൽ നിന്നാണ് നമ്മൾ അറിവിലേക്ക് കടക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഈ നമ്മുടെ മിഷണറിമാരും ഒക്കെ അതൊക്കെ തന്നെയല്ലേ ചെയ്തത്? പള്ളി ഉണ്ടാക്കി. അല്ല, അത്തരത്തിലുള്ള മിഷണറിമാർ തുടങ്ങി വെച്ചതെല്ലാം ഭയങ്കരമായിട്ട് ഫ്ലറിഷ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. പള്ളിയിൽ നിന്നാണ് പള്ളിക്കൂടം ഉണ്ടായത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ചെയ്തത്. അത് തന്നെയാണ് അങ്ങയുടെ പ്രവർത്തനങ്ങളിലും ഞാൻ കാണുന്നത്. അപ്പൊ ആ ഒരു തരത്തിൽ എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. കുട്ടികൾ ആത്മീയമായ ഔന്നത്യത്തിലായിരിക്കുന്നു. പിന്നെ പഠിക്കാനുള്ള അന്തരീക്ഷം അങ്ങയുടെ വീട്ടിലുണ്ട്. ഇല്ലേ? അതേക്കുറിച്ചൊന്ന് പറയാമോ? അത് നമുക്കുണ്ടായ ഒരു ബോധ്യമാണത്. കാരണം സ്പിരിച്വലൈസ് ചെയ്തു കഴിഞ്ഞാൽ മക്കൾക്ക് വലിയ വ്യത്യാസം ഉണ്ടാകുന്ന എൻ്റെ കുടുംബജീവിതത്തിലൂടെയും എനിക്ക് നന്നായിട്ട് തെളിയിക്കാനായിട്ട് സാധിക്കും. വളരെ നന്നായിട്ട് ബോധ്യപ്പെട്ടതാണ്. കുട്ടികൾക്കും വ്യത്യാസം ഉണ്ടാകും, അതുപോലെ പഠിക്കാൻ വന്ന കുഞ്ഞുങ്ങൾക്കും വ്യത്യാസമുണ്ട്. കാരണം നമുക്ക് കിട്ടിയ ബോധ്യം നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ചിരുന്ന സമയത്ത് നമുക്കത് വേണ്ട രീതിയിൽ ഇല്ലായിരുന്നു. പിന്നീട് ഞാൻ കൃത്യമായിട്ട് പറയുകയാണ്, കരിസ്മാറ്റിക് നവീകരണവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ദൈവം ആരാണ്, നിരന്തരം ദൈവത്തിന് നമ്മൾ നെഗ്ലിജിബിൾ ഇമ്പോർട്ടൻസ് അല്ല കൊടുക്കേണ്ടത്, വളരെ പ്രധാനപ്പെട്ട ബൈബിളിലൊക്കെ ആണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന തന്നെ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും സർവ്വശക്തിയോടും കൂടി സ്നേഹിക്കുക. അപ്പോൾ പക്ഷേ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ദൈവം നെഗ്ലിജിബിളായിട്ട് ഇമ്പോർട്ടൻസ് ആണ് അവരുടെ ജീവിതത്തിൽ എല്ലാ പ്രതലങ്ങളിലും നെഗ്ലിജിബിൾ ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ ഞാൻ ഈ വരുന്ന കുഞ്ഞുങ്ങൾക്ക് ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയതിന് ശേഷം അവരുടെ ബുദ്ധിയുടെ മണ്ഡലങ്ങളിൽ അത്ഭുതകരമായ വ്യത്യാസം ഞാൻ കണ്ടിട്ടുണ്ട്. അത്ഭുതകരമായ വ്യത്യാസങ്ങൾ തന്നെയല്ല അവർ ഇതിന് ശേഷം പ്രൊഫഷണൽസായിട്ട് പുറത്തേക്ക് പോകുമ്പോൾ അവർ ഏറ്റവും മിനിമം അവരുടെ ഒരു മോറൽ വ്യത്യാസപ്പെടുത്തില്ല. അപ്പോൾ എൻ്റെ ഒരു വിഷൻ എന്ന് പറയുന്നത് സ്പിരിച്വലി അപ്ലിഫ്റ്റഡ് പ്രൊഫഷണൽസ് എന്നുള്ളതാണ് മനസ്സിൽ കിടക്കുന്നത്. സ്പിരിച്വലി അപ്പോൾ അത്തരത്തിൽ അവരെ സ്പിരിച്വലായിട്ട് അവരെ ഉണർത്തിയെടുത്തിട്ട് അവരെ നല്ല പ്രൊഫഷണൽസായിട്ട് വിട്ടു കഴിഞ്ഞാൽ അത് വണ്ടർഫുൾ റിസൾട്ടുകൾ ലോകത്തുണ്ടാക്കും. എൻ്റെ ഒരു പയ്യന് ഈ അടുത്തിടയ്ക്ക് അവനൊരു വീഡിയോ ഒക്കെ ഇറക്കിയിരുന്നു. ഞാൻ തലതൊട്ട പയ്യനാണ് അവൻ. ഒറീസയിൽ പോയിട്ട് ഈ ട്രൈബൽ മനുഷ്യരുടെ ഇടയിൽ പോയിട്ട് 1.5 വർഷമായിട്ട് അവരെ സേവിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അവൻ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ത്രില്ലാണ്. കാരണം അത് അവന് കിട്ടിയ ഒരു ആത്മീയ ബോധ്യമാണ്. ഇതിനു വേണ്ടിയാണ് ഞാൻ ഡോക്ടറായിരിക്കുന്നത്. അപ്പോൾ അതുപോലെ മനുഷ്യരെ നമ്മൾ സ്പർശിച്ചു കഴിഞ്ഞാൽ അവർ അത്ഭുതങ്ങൾ രചിക്കുമെന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. അത് ഉറപ്പാണ്, ആ കാര്യത്തിൽ ഉറപ്പാണ് നമുക്ക്. അപ്പോൾ അങ്ങനെയാണ് അങ്ങ് ഈ കുട്ടികളെ പരിശീലിപ്പിക്കുന്നത് എന്നുള്ളത് കൊണ്ട് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ എത്ര കുട്ടികളുണ്ട്? ഇപ്പോൾ ഏകദേശം ഒരു 70-നും 80-നും ഇടയിൽ കുട്ടികൾ ഇപ്പോൾ ക്ലാസ് തുടങ്ങി. മെഡിക്കൽ എൻട്രൻസിന്. എഞ്ചിനീയറിംഗ് ഇല്ല, നമുക്ക് മെഡിസിൻ മാത്രം. അപ്പോൾ ഈ കീം ഒന്നും ഇല്ല? കീമിനൊന്നും പോകുന്നില്ല. അത് ശരി, ഓക്കെ. മെഡിക്കൽ എൻട്രൻസ് ഒരിടയ്ക്ക് IAS ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. IAS വേണ്ടിയിട്ട് നമുക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. IAS ആസ്പിരൻസ് ആയിട്ടുള്ളവരെ സഹായിക്കാൻ നമുക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഇപ്പം തന്നെ IAS ഈ പ്രിലിംസിന് 3-4 മാർക്കിന് ഈ കഴിഞ്ഞ പരീക്ഷയ്ക്ക് പോയ ഒരു 4 പേര് നമ്മളുടെ കയ്യിലുണ്ട്. നമ്മൾ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് അവരുടെ വാസ്തവത്തിൽ അതിന് ഈ IAS റിയലി വേണ്ടതെന്നുള്ള നല്ലൊരു മെൻറ്ററെയാണ് വേണ്ടത്. മെൻറ്ററെയാണ് വേണ്ടത്. അത് പഠിക്കാനുള്ള സ്റ്റഫൊക്കെ എന്നുള്ളത് ഓൺലൈനാണെങ്കിലും സ്ഥാപനങ്ങളാണെങ്കിലും നന്നായിട്ട് കിട്ടും. പക്ഷേ അവർ വീണു പോകാതെ അവരെ നിരന്തരം താങ്ങി നിർത്തി മാനസികമായിട്ട് ബലപ്പെടുത്തി അവരിട്ടിട്ട് പോകാനായിട്ട് സമ്മതിക്കാതെ അവരുടെ കൂടെ നിന്ന് ലക്ഷ്യത്തിലെത്തുന്നവരെ അവരെ സഹായിക്കുക എന്നുള്ളതാണ് സത്യത്തിൽ വേണ്ടത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി കാര്യം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എൻ്റെ മോൻ ഒരു IAS കാരനാണെന്ന് അച്ഛൻ അറിയാമല്ലോ. അതെ. അപ്പോൾ അവൻ
ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന കാരണം ഇതിനു വേണ്ടി സിവിൽ സർവീസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ചൊരു വ്യക്തമായ ധാരണ നമ്മുടെ കയ്യിലുണ്ട്, ധാരണയുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ തന്നെ ഒരു മത്സ്യത്തൊഴിലാളി കുട്ടി കാട്ടൂരുള്ളതാണ്. അവൾ ഈ പ്രിലിംസ് പോയത് വെറും 4 മാർക്കിനാണ്. അവളൊന്ന് കവർ ചെയ്ത് പോയാൽ, അപ്പുറത്തോട്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ കൊണ്ടേ പോരത്തുള്ളൂ, അത്ര നല്ല ബോധ്യമുണ്ട്. അതുപോലുള്ള കുട്ടികൾ നമ്മുടെ കയ്യിൽ ഉണ്ട്. കാട്ടൂരുകാരിയാണ്. പേര് അവൾ ഡോക്ടറാണ്. അവൾ എൻ്റെ അടുത്ത് സിവിൽ സർവീസിന് വേണ്ടി വന്നതാണ്. ഞാൻ ആദ്യം പിടിച്ച് ഡോക്ടറാക്കി, നിർബന്ധപൂർവ്വം പിടിച്ച് ഡോക്ടറാക്കി. ഡോക്ടർ സ്റ്റെഫിയാണ്. അപ്പോൾ അവൾ ഇപ്പോൾ MBBS കഴിഞ്ഞിട്ട് അവളുടെ ആഗ്രഹത്തിലേക്ക് അങ്ങ് ശക്തമായൊരു പ്രയാണമാണ്. അപ്പോൾ വിജയിച്ച് വരുമെന്നുള്ളതിന് നമുക്ക് യാതൊരു സംശയവും തോന്നാറില്ല. വെരി ഗുഡ്. അല്ല, അത് നല്ലൊരു പരിശ്രമമാണ്. ഇപ്പോൾ മെഡിക്കൽ എഞ്ചിനീയറിങ്ങിലും അതുപോലെ തന്നെ സിവിൽ സർവീസിലും അങ്ങ് നല്ലതുപോലെ പരിശീലനം കൊടുക്കുകയും ആളുകളെ ഇങ്ങനെ പ്രചോദിപ്പിക്കുകയും നിലനിർത്തുകയൊക്കെ ചെയ്യുന്നത് അത് തന്നെ ദൈവികമായ ഒരു കരുത്താണ് കുട്ടികൾക്കൊക്കെ കിട്ടുന്നത്. അത് വലിയൊരു കാര്യമാണ്. ഈ കുട്ടികൾ വന്നിട്ട് ആരെങ്കിലും കരകയറാതെ തിരിച്ചു പോയിട്ടുണ്ടോ? കരകയറാതെ തിരിച്ചു പോകുന്ന സംഭവമുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കുട്ടിയുടെ സ്റ്റഫ്, അവർ ഏത് ലെവലുള്ള ആളാണ് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഏത് ലെവലുള്ള ആളാണേലും സാധാരണഗതിയിൽ നമുക്കൊരു 80% പ്രതീക്ഷിക്കാം, വിജയിക്കും എന്നല്ല പ്രതീക്ഷിക്കാം. പക്ഷേ അതിന് ചിലർക്ക് അവർ ഇൻ്റലക്ച്വലി ഇതുവരെ വലിയ പെർഫോമൻസ് ഒന്നും ചെയ്തിട്ടുള്ളവരായിരിക്കില്ല. അക്കാഡമിക് റെക്കോർഡ്സ് മോശമായിരിക്കും. ചിലപ്പോൾ നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള പിള്ളേരായിരിക്കും, പക്ഷേ അക്കാഡമിക് റെക്കോർഡ്സ് വളരെ മോശമായിരിക്കും. ഇതിനു മുമ്പ് ആരും വേണ്ട രീതിയിൽ അവരെ പ്രചോദിപ്പിച്ചിട്ടുണ്ടാകില്ല, നല്ല ഒരു അറ്റ്മോസ്ഫിയർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ വന്നതിന് ശേഷം അത്തരത്തിലുള്ള അറ്റ്മോസ്ഫിയർ കിട്ടി, ഒരു ദിശാബോധം കൊടുത്ത് നമ്മളവരെ സഹായിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ ഇവരങ്ങ് സ്പ്രൗട്ട് ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും. സ്പ്രൗട്ട് ചെയ്യും. ഒപ്പം സ്പിരിച്വാലിറ്റി കൂടി ആകുമ്പോൾ അവരതിനകത്ത് ഉറക്കും. പക്ഷേ സ്കൂൾ തലങ്ങളിൽ നല്ല എഡ്യൂക്കേഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ അത് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കൊടുക്കാനായിട്ട് ബാധ്യസ്ഥമാണ്. അപ്പോൾ അത് കൊടുത്ത് മാത്രമേ പലർക്കും ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് വായിക്കാൻ അറിയാൻ പറ്റാത്ത പിള്ളേർ വരും. ആയിരക്കണക്കിന് വാക്കുകൾ പഠിച്ചാലല്ലേ നമ്മൾ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ അത് പഠിച്ച് ബാക്ക്ഗ്രൗണ്ടൊക്കെ ക്ലിയർ ചെയ്ത് വരാൻ തക്ക വിധത്തിലുള്ള ക്ഷമയുണ്ടാകണം, ഇൻ്റലക്ച്വൽ സ്റ്റാമിന ഉണ്ടാകണം, കണ്ടിന്യൂസ് വർക്കിംഗ് കപ്പാസിറ്റി ഉണ്ടാകണം. ഇപ്പോൾ എൻട്രൻസിനൊക്കെ പഠിക്കുന്ന ഒരാൾ ഒരു 10, 12, 14 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ അതിനകത്ത് അതിശയോക്തിയില്ല. പക്ഷെ നമ്മൾ സാധാരണ കുട്ടികളാണ് വരുന്നെങ്കിൽ അരമണിക്കൂർ കഴിയുമ്പോൾ ഇവന് എക്സോസ്റ്റഡ് ആവും, അവൻ്റെ കോൺസെൻട്രേഷൻ നിൽക്കുകയില്ല. അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മൾ സഹായിച്ച് പിടിച്ചു നിർത്തി ചിലപ്പോൾ 2 or 3 വർഷം ചിലപ്പോൾ വേണ്ടിവരും ചില ആൾക്കാർ ഒന്ന് നോർമലായിട്ട് ചിന്തിക്കാൻ. പക്ഷേ ഇവൻ പിന്നീട് ചെന്ന് എത്തുന്നതെന്ന് പറയുന്നത് വണ്ടർഫുൾ പെർഫോമൻസ്. MBBS, അതായത് ഇവിടെ എൻ്റെ തന്നെ ഒരു പയ്യൻ ഒരു 2-3 വർഷം കൊണ്ടാണ് മെഡിക്കൽ എൻട്രൻസ് പാസ്സായിട്ട് മെഡിക്കൽ കോളേജിലോട്ട് പോയത്. പക്ഷെ മെഡിക്കൽ കോളേജിലെ എല്ലാ സബ്ജക്റ്റിനും ഡിസ്റ്റിങ്ഷനാണ് മെഡിക്കൽ കോളേജ്. കാരണം അവൻ പഠിച്ചിട്ടാണ് പോകുന്നത്. പക്ഷെ അവനെ നമ്മൾ പഠിക്കാൻ കൊള്ളികളെന്ന് പറഞ്ഞിട്ട് ഉപേക്ഷിച്ചിരുന്നെങ്കിൽ എന്തൊരു മണ്ടത്തരമാകുമായിരുന്നു. അപ്പോൾ അച്ഛൻ അറിയാവുന്ന പയ്യനാണ്, ബെബറ്റോ ഡിസ്റ്റിങ്ഷനിലാണ് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നത്. തന്നെയല്ല അവൻ്റെ ബ്രദർ പഠിക്കുന്നുണ്ട്. ബെബറ്റോ ഡിസ്റ്റിങ്ഷനിലാണ് പഠിക്കുന്നതെന്ന് മാത്രമല്ല അവിടെ കോളേജ് യൂണിയൻ സെക്രട്ടറിയോ ചെയർമാനോ എന്തോ ആണ്, ബെബറ്റോ ചെയർമാൻ എന്തോ ആണ് അവരുടെ കോളേജിൽ. അപ്പോൾ അത്തരത്തിലുള്ള പിള്ളേരെ നമ്മൾ വിട്ട് കളഞ്ഞിരുന്നു കഴിഞ്ഞാൽ പക്ഷേ ഇവിടെ പഠിച്ചിരുന്ന സമയത്ത് ബെബറ്റോ അത്ര നോട്ടബിൾ അല്ല. എൻട്രൻസ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് വലിച്ച് അങ്ങ് കൊണ്ടുപോയി എത്തിക്കായിരുന്നു. പക്ഷെ അതിന് ശേഷമുള്ള അവൻ ഒരു അത്ഭുതമായിട്ടാണ് കാണുന്നത്. ഇതുപോലെ പലരുണ്ട്, പല കുട്ടികളുണ്ട് ഇതുപോലെ ഒരു വണ്ടർഫുൾ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുണ്ട്. അല്ല, അത് തന്നെ ഇതേപോലുള്ള സ്ഥാപനം ഞാൻ കരുതുന്നത് നമ്മുടെ ഈ പണ്ട് നമ്മുടെ നാട്ടിൽ ഗുരുകുല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. സമാനമായ ഒരു കാര്യമാണ് അങ്ങ് സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങയോടൊപ്പം വീട്ടില് ഭക്ഷണം കഴിച്ചും പഠിച്ചും പ്രാർത്ഥിച്ചും ആയിപ്പോയതാണ്, അങ്ങനെ ഉണ്ടാക്കിയതല്ല. അല്ല, ആയിപ്പോകുമല്ലോ. ഒരുമിച്ചാണല്ലോ നിങ്ങൾ ഇതൊക്കെ ചെയ്തത്. അല്ല, ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾക്കുള്ളത് നിങ്ങൾ പങ്കുവയ്ക്കുന്നു. അതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. വലിയ ഭയങ്കരമായ ഉഗ്ര ഭക്ഷണമൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ. നമുക്ക് കഞ്ഞിയായിരിക്കും, അത് നമ്മൾ ഷെയർ ചെയ്യും. കുട്ടികൾക്ക് ഭയങ്കര ഹാപ്പിയാണ് അതിലേക്ക്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഇത് വളരെ പ്രയോജനപ്രദമാണ്.
ഇത് ആലപ്പുഴ ജില്ലയ്ക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആലപ്പുഴ രൂപതയ്ക്കും വലിയ ഒരു അനുഗ്രഹമാണ് അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനേകം കുട്ടികൾ ഇതുവഴി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. ഈ കുട്ടികളുടെ ഡോക്ടേഴ്സ് ആയതിന് ശേഷമുള്ള പെർഫോമൻസ് വിലയിരുത്തിയിട്ടുണ്ടോ? പിന്നെ പലരും പൊതുവേ നോക്കിക്കഴിഞ്ഞാൽ നല്ല പിള്ളേരാണ്, നല്ല കുട്ടികൾ, നല്ല പ്രൊഡക്ടിവിറ്റി ഉണ്ട്, കമ്പാഷനേറ്റ് ആയിട്ടുള്ളവരാണ് കൂടുതലും. ആരെങ്കിലുമൊക്കെ ഒന്നും ഒറ്റയും അല്ലാത്തവരും ഉണ്ടായേക്കാം. പക്ഷേ എൻ്റെ ശ്രദ്ധയിൽ അങ്ങനെ പറ്റിയിട്ടില്ല. പൊതുവെ നല്ല പെർഫോമൻസ് ചെയ്യുന്നുണ്ട്, സ്നേഹമുള്ളവരാണ്, രോഗികളോട് വളരെ കരുതലുള്ള കുട്ടികളായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇപ്പം നമ്മളുടെ അച്ഛൻ്റെ പഴയ ഇടവകയിൽ തന്നെ നമ്മുടെ ഷാജിയുടെ മോളുണ്ടല്ലോ, എന്നാണ് പേര്, അന്നാമരിയ, ഡോക്ടർ അന്നാമരിയ. അവൾ പിന്നെ വയനാട് പിന്നെ പ്രകൃതി ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അവൾ അവിടുത്തെ ആക്റ്റീവായിട്ടുള്ള ഒരു മെമ്പറായിരുന്നു. അതിന് അവൾക്കൊരു അവാർഡും ഒക്കെ കിട്ടി. അവിടെ ഒരു സ്റ്റേറ്റ് അവാർഡ്, അവരുടെ ഒരു സംഘടന തന്നെ ഇവൾക്കൊരു സ്റ്റേറ്റ് അവാർഡ് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. അത് വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളായി. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന അവളുടെ ഒരു കപ്പാസിറ്റി വെച്ചിട്ട് അവളിപ്പോൾ എമർജൻസി മെഡിസിനിലാണ് ഇപ്പോൾ ജോയിൻ ചെയ്യുന്നത്. അവിടെ വയനാട് തന്നെ മെഡിക്കൽ കോളേജിൽ എമർജൻസി മെഡിസിനിൽ അവൾ കഴിഞ്ഞ ആഴ്ചയിൽ ജോയിൻ ചെയ്തു. അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ? കാരണം എമർജൻസി മെഡിസിനിൽ നമുക്കൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല, എന്താണ് എപ്പോഴാണ്. അച്ഛനെ അന്നാമരിയെ അറിയല്ലേ? സനിമോൾ, നമ്മുടെ പാട്ടുപാടുന്ന ഷാജിയുടെ മോളെ. തീർച്ചയായിട്ടും അറിയാം. അതെ, അവൾക്കാണ് ഈ പറഞ്ഞ പോലെ മറ്റേ ചൂരൽമലയിലെ സംഭവത്തിൽ അവള് ഏറ്റവും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആളാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് അവൾക്കൊരു സ്റ്റേറ്റ് അവാർഡും ഒക്കെ വന്നായിരുന്നു. അവളുടെ ഹൗസ് സർജൻസി സമയമായിരുന്നു. അപ്പൊ അവരുടെ അകത്തെ പൊട്ടൻഷ്യൽ എടുത്തിട്ട് പ്രയോഗിക്കാൻ വേണ്ടി പറ്റുന്ന സാഹചര്യം. അപ്പൊ ഇത്തരത്തിലുള്ള പലരെയും കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നും. ഇത് തീർച്ചയായിട്ടും സമൂഹത്തിന് വലിയൊരു സേവനമാണ്. നമ്മളിപ്പോൾ ഒരു സ്ഥലത്തൊന്നല്ല, ഇപ്പം തന്നെ ഈ ദുരന്തങ്ങൾ ഉണ്ടാകുന്നിടത്തൊക്കെ നമ്മുടെ കുട്ടികൾ ഡോക്ടേഴ്സ് ആയവരൊക്കെ സേവനത്തിന് പോകുന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമല്ലേ. എനിക്ക് ചില ഡോക്ടേഴ്സിനെയൊക്കെ അറിയാം, അവർ വിദേശത്തൊക്കെ പോയി കുറച്ചുകൂടി പൈസ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് ആ കൂട്ടത്തിൽ. പക്ഷേ നിങ്ങളുടെ അവിടെ നിന്ന് വരുന്നവരെല്ലാം എങ്ങനെയാണ് മനുഷ്യർക്ക് എന്തെങ്കിലും നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പറ്റുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ടൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. അതൊക്കെ ഒരു നല്ല കാര്യമാണ്. അതാ പഠനാന്തരീക്ഷം നിലനിൽക്കുന്നത് കൊണ്ടാണെന്നാണ് എൻ്റെ ഒരു വിചാരം. ഏതായാലും ഇവർക്ക് ഇതിനോടൊപ്പം തന്നെ ദൈവത്തെയും കൂടി കിട്ടുന്നതുകൊണ്ട് അങ്ങനെ ഒരു ആഴപ്പെട്ട ഒരു ആന്തരിക ബോധ്യം ഇവരുടെ ഉള്ളിലുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് വെറും പണം മാത്രമായിരിക്കില്ല, അത് അവർക്ക് സംതൃപ്തി നൽകുമെന്ന് തോന്നുന്നില്ല. എന്നാൽ അവർക്ക് മാന്യമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും വേണം. അത് വേണം. അങ്ങനെ ഓക്കെ. ഇനിയും ഇതിന് നമ്മളുടെ ഈ സ്ഥാപനത്തിന് എന്തെങ്കിലും എക്സ്റ്റൻഷൻ പ്ലാനിലുണ്ടോ അച്ഛൻ ഉദ്ദേശിക്കുന്നത്? എന്തെങ്കിലും വേറെ ഏതെങ്കിലും തരത്തിലേക്ക് ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ എഞ്ചിനീയറിംഗ് ഇപ്പോൾ കൊടുക്കുന്നില്ല, നമ്മൾ സിവിൽ സർവീസ് വളരെ സീരിയസ് ആയിട്ട് എടുക്കാൻ പോവുകയാണ്. അത് വളരെ സീരിയസ് ആയിട്ട് ചെയ്യാനാണ് നമ്മളുടെ ഉദ്ദേശം. അതിനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. നല്ല കാര്യമാണ് അത്. അങ്ങനെ ഉണ്ടാകണം. കാരണം ഇവിടുന്നൊക്കെ ഈ തീരത്തു നിന്നൊക്കെ IAS ഒക്കെ പഠിച്ച് പാസ്സാകുന്ന കുട്ടികൾ തീർച്ചയായിട്ടും അച്ഛോ IAS-കാരുണ്ടാവും. അതിലച്ഛൻ ഉറപ്പിച്ചോ? വളരെ സന്തോഷം, വളരെ വളരെ സന്തോഷം. അങ്ങനെയൊക്കെ അതും നല്ല റാങ്കിൽ പാസ്സായിട്ട് നമ്മുടെ ഈ കേരളത്തിൽ നമ്മൾ അങ്ങോട്ട് ബലം പ്രയോഗിച്ചു കഴിഞ്ഞാൽ റിസൾട്ട് വരുവച്ചോ. കാരണം ഇപ്പോൾ നിർമ്മലിനെ ഒക്കെ എന്നുള്ളത് വാസ്തവത്തിൽ നമ്മളുടെ മുഴുവൻ സമയത്ത് നമ്മുടെ കയ്യിലുണ്ടായിരുന്നതുകൊണ്ട് ചെറുപ്പം തൊട്ട് തന്നെ അതിന് ഉള്ള ഒരു ഒരുക്കം കൊടുത്ത് ഒരു 8ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ആവശ്യം വന്നിട്ടില്ല. കാരണം തനിയെ അങ്ങ് പോകുന്ന ഒരു സാധനം. പക്ഷെ അത് ഉള്ളിലേക്ക് എനിക്ക് കൃത്യമായിട്ട് അച്ഛൻ മനസ്സിലായിട്ടുള്ളത് ആഗ്രഹം ഉള്ളിൽ ജനിപ്പിച്ചിടുക എന്നുള്ളതാണ്. നമ്മളെ വിത്ത് ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ വിത്ത് ഉള്ളിലേക്ക് ശരിയായ രീതിയിൽ ഇട്ട് കൊടുക്കുകയും വഴിതെറ്റി പോകാതിരിക്കാൻ വേണ്ടി ഒന്ന് വേലിയേറ്റി കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സാമാന്യ ബുദ്ധിയുള്ള പിള്ളേരാണ് നമ്മുടെ കടപ്പുറത്തുള്ള പിള്ളേർ. അത് സാറേ ഒന്നും പറയണ്ട, എനിക്ക് എല്ലാ അർത്ഥത്തിലും അറിയാം. കടപ്പുറത്തുള്ള സ്റ്റുഡൻസ് അവര് ബ്രില്യൻ്റ് ആണ്, ഇൻ്റലിജൻ്റ് ആണ്. അതെനിക്ക് വേറെ ഒരുപാട് തരത്തിൽ മനസ്സിലായിട്ടുണ്ട് കടപ്പുറത്തുള്ള കുട്ടികളുടെ ഒരു ഇൻ്റലിജൻസിനെ കുറിച്ച്.
അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല, എന്തായാലും അങ്ങനെ ഉണ്ട്. നല്ല ഇൻ്റലിജൻ്റാ, നല്ല ഒരുപാട് ഇൻ്റലിജൻറ്റ് സ്റ്റുഡൻസ് നമുക്ക് കടപ്പുറത്തുണ്ട്. ഞാൻ ഓർക്കുകയാണ് ഇഷ്ടംപോലെ പിന്നെ ഫുൾ എ പ്ലസ്സുകാർ, 10ാം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ്സുകാർ നിറച്ചാണ് ആലപ്പുഴ. ഞാൻ ഓർക്കുകയാണ് ഈ മത്സ്യത്തൊഴിലാളികളുടെ മക്കളാണ് പലരും. ഈ പിള്ളേരിൻ്റെ കയ്യിലോട്ട് വരികയാണെങ്കിൽ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളിവരെ ഗവൺമെൻറ് കോളേജ് എത്തിക്കേണ്ട ഒരു കാര്യമില്ല. എല്ലാ സ്വകാര്യ കോളേജും മത്സ്യത്തൊഴിലാളിക്ക് ഗവൺമെൻറ് കോളേജ് പോലെയാണ്, പൈസ കൊടുക്കണ്ട. അത് ചെറിയ പൈസ ഒന്നുമല്ല. ഒരു മത്സ്യത്തൊഴിലാളി കുട്ടി ഒരു സ്വകാര്യ കോളേജിലോട്ട് ചെന്ന് സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് 36 ലക്ഷം രൂപയാണ്. 36 മുതൽ MBBS പഠിക്കാനായിട്ട് 38 ലക്ഷം രൂപ ഒരു സ്വകാര്യ കോളേജിൽ ചെല്ലുന്ന ഒരു മത്സ്യത്തൊഴിലാളി കുട്ടിക്ക് കിട്ടിയിരിക്കും. അത് പക്ഷേ ഈ മനുഷ്യരുടെ തലയിൽ എത്തിക്കാൻ പറ്റുന്നില്ല. അവർക്ക് പേടിയാണ്. തന്നെയല്ല, സ്വകാര്യ കോളേജിൽ എത്തിക്കണമെങ്കിൽ ചിലപ്പോൾ ഒറ്റെഴുത്തിൽ കിട്ടത്തില്ലായിരിക്കും. അപ്പോൾ ഒറ്റെഴുത്തിൽ കിട്ടിയില്ലേ പറയാതെ എൻ്റെ കുഴപ്പമാണെന്നൊക്കെ ചിന്തിക്കുന്ന മനുഷ്യരുണ്ട്. എന്ത് നിർഭാഗ്യമെന്നല്ലാതെ പറയാൻ പറ്റത്തില്ല. പിടിച്ച് നിർത്തി നമ്മൾ ചതച്ചരച്ച് അങ്ങോട്ട് അകത്തോട്ട് മെഡിക്കൽ കോളേജിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കിടന്ന് നന്നായി ഷൈൻ ചെയ്ത് പഠിക്കുകയും ചെയ്യും, പണം ഇട്ട് കൊടുക്കും. അച്ഛോ ഈ MBBS കഴിഞ്ഞിട്ട് എങ്ങനെ PG കിട്ടിയാലുണ്ടല്ലോ, PG കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് 60 ലക്ഷം രൂപ സ്കോളർഷിപ്പ് കിട്ടും. മൊത്തം ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് PG എത്തുന്നതിനോട് സർക്കാർ 1 കോടി രൂപ എടുത്ത് ചെലവഴിക്കും. ഇത് ആൾക്കാർ കേൾക്കുന്നുണ്ട്. കേട്ട് കഴിഞ്ഞാൽ പ്രതികരിക്കാം. നമ്മളുടെ ആൾക്കാർക്ക് അതിനുള്ള ഒരു അവരെ ഇങ്ങനെ വളച്ച് പിടിക്കണം. വളച്ച് പിടിച്ചു കഴിഞ്ഞാൽ മാത്രമേ അത് പറ്റുമോ എന്ന വിചാരമായിരിക്കും. ഞാൻ അത് കാരണം ഇപ്പോഴും അച്ഛൻ നേരത്തെ ചോദിച്ചില്ല വീടുകൾ കയറി ഇറങ്ങിയെന്ന് വിചാരിച്ചില്ലേ. ഞാനിപ്പോൾ വീടുകൾ കയറി ഇറങ്ങാൻ പോയാണ്. A+കാരെ മത്സ്യത്തൊഴിലാളി പിള്ളേർക്ക് വേണ്ടിയിട്ട് വീടുകൾ കയറി ഇറങ്ങി പിടിച്ചുകൊണ്ട് വന്ന് പഠിപ്പിച്ചിട്ടായിരുന്നാലും ശരി. നമ്മൾ ഒന്നാമത്തേൽ ഇവർ മിക്കവാറും ലാറ്റിൻ കാത്തലിക്കോ അല്ലെങ്കിൽ ഈഴവയോ ഒക്കെ ആണെങ്കിൽ OBCയുടെ റിസർവേഷൻ കിട്ടും. അപ്പോൾ അഡ്മിഷൻ കിട്ടാനായിട്ട് ജനറൽ കാറ്റഗറി അപേക്ഷിച്ച് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. കുറച്ചുകൂടി എളുപ്പത്തിൽ കിട്ടും. ഇനി രണ്ടാമത് ഇവർക്ക് ഗവൺമെൻറ് കോളേജിൽ പോകണമെന്നില്ല. സ്വകാര്യ കോളേജിൽ കിട്ടിക്കഴിഞ്ഞാലും അവർക്ക് പഠിക്കാം, ഫ്രീ ആയിട്ട് പഠിക്കാം. അപ്പോൾ കുറച്ചുകൂടി വൃത്തിയും വെടിപ്പുള്ള അറ്റ്മോസ്ഫിയറിൽ വളരെ നല്ല. ഇപ്പോൾ പറഞ്ഞത് വളരെ ഇൻഫോർമേറ്റീവാണ്. നമ്മുടെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ നിന്ന് MBBSന് അഡ്മിഷൻ കിട്ടി പഠിക്കുന്ന കുട്ടികൾക്ക് കംപ്ലീറ്റ് ഫ്രീ ആണ്. അത് എല്ലാവർക്കും അറിയുമെന്ന്. അത് ചെറിയ പൈസയാണ് വെച്ചോ, വലിയ തുകയാണ് കിട്ടുന്നത്. വലിയ തുകയെന്ന് പറഞ്ഞാൽ ഒരു PG വരെ. എൻ്റെ ഇപ്പോൾ അഴീക്കലിൽ നിന്ന് ഒരു കടലിലൊരു പൊന്തുമായിട്ട് പണിക്ക് പോകുന്ന ഒരു ചേട്ടനുണ്ട്, ജോസഫ് ചേട്ടൻ. അദ്ദേഹത്തിന് അഴീക്കൽ ഇടവക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ 2 മക്കൾ എൻ്റെ അടുത്താണ് പഠിച്ചത്. മൂത്തവൾ പഠിച്ച് MBBS കിട്ടുന്ന ആ സമയമായി കഴിഞ്ഞപ്പോൾ ഇളയവൾ വന്നു. ഇവർ സ്കൂളിലൊക്കെ ഭയങ്കര പെർഫോമേഴ്സൊന്നുമല്ല. ഇളയവൾ വന്നു, അവൾ പഠിച്ചു. മൂത്തവൾ MBBS കഴിഞ്ഞു. അതിനുശേഷം അവൾ വീട്ടിൽ തന്നെ വന്ന് എൻ്റെ സ്ഥാപനത്തിൽ തന്നെ വന്ന് നിന്ന് PG എൻട്രൻസിന് വേണ്ടി ശ്രമിച്ചിട്ട് അവൾക്ക് PG കിട്ടി. ഇപ്പോൾ MS സർജറി ഫൈനൽ ഇയർ പഠിക്കുകയാണ്. മറ്റവൾ MBBS കഴിഞ്ഞിട്ട് ഹൗസ് സർജൻസി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ ഈ പൊന്തുമായിട്ട് കടലിൽ പോകുന്ന ആളാണ് ഇപ്പോഴും. കാരണം അദ്ദേഹം ഭയങ്കര കരുത്തനായിട്ടുള്ള ഒരു ദിശാബോധമുള്ള ഒരു മനുഷ്യനാണ്. വാസ്തവത്തിൽ എനിക്ക് അവരെക്കാൾ ഇഷ്ടമാണ് അവരുടെ അപ്പനെ. കാരണം 2 മക്കൾ, ഒരാൾ പക്ഷേ ഈ പിള്ളേർ ഗവൺമെൻറ്റിൻ്റെ ഈ വിദ്യാധീരത്തിൻ്റെ സ്കോളർഷിപ്പ് മേടിച്ചിട്ടാണ് പഠിക്കുന്നത്. മറ്റവൾക്ക് രണ്ടാമത്തവൾ PG പഠിക്കുന്നതിന് 60 ലക്ഷം രൂപയാണ് സർക്കാർ കൊടുക്കുന്നത്. ഒരു വർഷം 20 ലക്ഷം രൂപ. ഇത് വാസ്തവത്തിൽ മത്സ്യത്തൊഴിലാളികൾക്കും അനന്ത സാധ്യതയാണ്. പ്രത്യേകിച്ച് ആലപ്പുഴയിൽ എന്നെപ്പോലുള്ള ഒരാളുള്ളത് കാരണം പഠിക്കാൻ വേണ്ടി പറ്റും. അവിടുന്ന് ജയിക്കാൻ വേണ്ടി പറ്റുന്ന. ഞാൻ വിചാരിക്കണം ഈ ആലപ്പുഴയിലുള്ള മത്സ്യത്തൊഴിലാളി പിള്ളേരെ എല്ലാവരും കൂടി കൂട്ടത്തോട് വരിക. ഇനി എൻ്റെ സ്ഥാപനത്തിൽ വന്ന് +2 കഴിഞ്ഞിട്ട് എൻട്രൻസ് പഠിക്കുകയാണെങ്കിൽ 1 ലക്ഷം രൂപ എനിക്ക് ഗവൺമെൻറ് തരും വിദ്യാധീരത്തിൽ. അങ്ങനെ തരും. എനിക്ക് ഒരു കുട്ടിയെ പഠിപ്പിച്ചാൽ ഒരു തവണയെ തരത്തുള്ളൂ. 1 ലക്ഷം രൂപ ഗവൺമെൻറ് തരും +2 കഴിഞ്ഞാൽ. 10th കഴിഞ്ഞ പിള്ളേർക്കില്ല. +2 കഴിഞ്ഞ് 1 വർഷം നിന്ന് പഠിക്കുന്നവർക്ക് 1 ലക്ഷം രൂപ സർക്കാർ തരും. സർക്കാർ കുറെ നല്ല കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് വേണ്ടിയിട്ടൊക്കെ. പ്രത്യേകിച്ചും അതൊക്കെ നല്ലൊരു കാര്യമാണ്. അതൊക്കെ എല്ലാവരും അറിയേണ്ടതാണ്. തീർച്ചയായിട്ടും നല്ല കാര്യം. ഏതായാലും വളരെ സന്തോഷം. ഈ ആലപ്പുഴയിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരാൾ ഔസേപ്പച്ചനാണ്. അതിൻ്റെ കാരണം ഇത്രയേറെ കുഞ്ഞുങ്ങളെ വിളിച്ചു കൊണ്ടുവന്ന് വീട്ടിലിരുത്തി ഭക്ഷണവും പഠനവും ക്ലാസ്സും
പ്രാർത്ഥനയും എല്ലാം നൽകി ഇതേപോലെ കുട്ടികളെ വളർത്തി ഉന്നതമായ നിലയിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത് നിശ്ചയമായും വളരെ നല്ല കാര്യമാണ്. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചോദിക്കണമെന്നുണ്ട്, പക്ഷെ ഞാനിത് പൂർണ്ണമാക്കുകയാണ്. കാരണം നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ടൈം പരിമിതിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം നമ്മളിവിടെ പൂർണ്ണമാക്കുകയാണ്. ഏതായാലും ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കുകയാണ്. ഇത്തവണത്തെ റിസൾട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല റിസൾട്ടായിരുന്നു. പരീക്ഷ ടഫായതുകൊണ്ട് നമുക്ക് മെച്ചമാണ്. അത് ശരി. പരീക്ഷ എപ്പോഴും ടഫാകുന്നതാണ് നമ്മുടെ കുട്ടികൾ കൂടുതൽ പേര് മെഡിസിൻ എത്താനായിട്ട് എപ്പോഴും നല്ലത്. ഈ പ്രാവശ്യം കഴിഞ്ഞ ഇപ്പോൾ നമ്മൾ ഈ വർഷം ഇപ്പോൾ നമുക്ക് അഡ്മിഷൻ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഫിനിഷ് ആകുമ്പോഴൊരു നമ്മളൊരു 200ഓളം കുട്ടികളെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു 200 കുട്ടികളുണ്ടാകും നമ്മുടെ സ്ഥാപനത്തിൽ. പക്ഷേ ഇപ്പോൾ ഈ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്ന കാരണം കുട്ടികൾ വന്ന് ചേർന്നുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ടാണ് ഞാൻ ചോദിച്ചപ്പോൾ 70 എന്ന് പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ ഉള്ളത്. കുട്ടികൾ എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എഴുതിച്ചതിൽ നിന്ന് വേണമെങ്കിൽ ഒരു 20, 25, 30 MBBSകാർ കഴിഞ്ഞ വർഷത്തു നിന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, അങ്ങയുടെ ഈ പരിശ്രമം അങ്ങേറ്റം പരിപൂർണമായും വിജയിക്കട്ടെ. നമ്മുടെ ഈ തീരത്തിന് ഇത് വലിയ ഒരു അനുഗ്രഹമാണ്. ഞങ്ങളെപ്പോലുള്ളവർ ഇങ്ങനെ തീരം രക്ഷപ്പെടണം, ഇവിടുത്തെ മനുഷ്യർ രക്ഷപ്പെടണമെന്നൊക്കെ ആഗ്രഹിച്ച് നടക്കുകയാണ്. പക്ഷേ ഇതേപോലൊരു വണ്ടർഫുൾ വർക്ക് ചെയ്യാൻ നമുക്കൊന്നും സാധിക്കില്ല. ഫോക്കസ് ചെയ്ത് പിള്ളേരുടെ പുറകെ നടന്നാൽ എന്ത് അത്ഭുതം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ ചെതറി പോകുന്നത് കൊണ്ട് നമുക്ക് ചിലപ്പോൾ പ്രൊഡക്ഷൻ ഇപ്പം ഞാൻ ഈ ഒരൊറ്റ മേഖലയിൽ മാത്രമാണ് ഈ ഒരു മേഖലയിൽ മാത്രം തന്നെ ഞാൻ എൻ്റെ കുടുംബവും കഴിയുന്നതും ഇതിൽ നിന്നുള്ള വരുമാനവും ഒക്കെ കൊണ്ട് ഞാൻ അത് പറഞ്ഞതുകൊണ്ട് ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. എനിക്കറിയാവുന്നിടത്തോളം അങ്ങയുടെ വൈഫ് ഡോക്ടറാണല്ലോ. എന്തൊരു പ്രാർത്ഥനാരൂപിയിലാണ് ജീവിക്കുന്നതെന്ന് ഞാൻ എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പുറത്തേക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ വിശുദ്ധ കുർബാനയെടുത്തിരിപ്പുണ്ട്. അതിന് ഞാൻ നേരിൽ കണ്ടിട്ടുണ്ട്. അവിടെ വന്നപ്പോൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. മാത്രമല്ല പലരും പറഞ്ഞുകൊണ്ട് വലിയ പ്രാർത്ഥനയിലാണ് എന്ന് പറഞ്ഞു. ഒരു പക്ഷേ വൈഫിൻ്റെ ഒരു പ്രാർത്ഥനയും കൂടി ആയിരിക്കണം ഇങ്ങനെ നിലനിർത്തുന്നതും എല്ലാം നമുക്ക് ഫലം ഉണ്ടാവുന്നതും ഒക്കെ. പിന്നെ ഒരു കാര്യം കൂടി ഓർക്കുന്നുണ്ട്, ഞാൻ കുമ്മാടിപ്പള്ളിയിലെ ചാർജുള്ള ഒരു അച്ഛനായിരുന്നു കുറേ കാലം. അപ്പോൾ ഈ പരീക്ഷ വരുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവിടെ കുർബാനയ്ക്ക് വന്ന് ആവശ്യപ്പെടാറുണ്ട്. കുർബാനാസം ഞാനത് എപ്പോഴും ഓർത്ത് ചെയ്യാറുമുണ്ട്. അങ്ങനെ നിങ്ങളൊരു പ്രത്യേകമായ ഒരു സ്പിരിച്വൽ അന്തരീക്ഷത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നതിന് നിശ്ചയമായും ദൈവകൃപയുണ്ടാവും. ഇതങ്ങേറ്റം വളരട്ടെ, ഉന്നതമായ നിലയിൽ നമുക്കിതിൽ നിന്ന് റിസൾട്ട് കിട്ടട്ടെ. ഇനിയും കൂടുതൽ മേഖലകളിലേക്ക് കൂടുതൽ കുട്ടികൾക്ക് മാർഗദർശനം നൽകാൻ അങ്ങേക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നതിന് നന്ദി, നമസ്കാരം. താങ്ക് യു.